ഹെറിഡിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഹെറിഡിറ്റി റെഫേഴ്സ് ടു ദ ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം പാരൻസ് ടു ദെയർ ഓഫ് സ്പ്രിങ്സ്. പാരൻസിൽ നിന്ന് കുട്ടികളിലേക്ക് കിട്ടുന്ന ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ ഹെറിഡിറ്റി എന്ന് വിളിക്കുമ്പോൾ വേരിയേഷൻ ആർ ദ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഓഫ് സ്പ്രിങ്സ് ദാറ്റ് ഡിഫർ ഫ്രം ദെയർ പാരൻസ്. പാരൻസിൽ നിന്നും വ്യത്യസ്തമായി വരുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? വേരിയേഷൻ എന്ന് വിളിക്കും. ഹെറിഡിറ്റി ആയാലും വേരിയേഷൻ ആയാലും രണ്ടും ഉണ്ടാകുന്ന എന്ത് കാരണമാണ്? ജീന് കാരണമാണ്. നമ്മളിപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ച കാര്യം എക്സ്പ്ലെയിൻ ചെയ്തത്. നമ്മുടെ ഒരു DNA എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ക്രോമസോം എന്ന് പറയുമ്പോൾ, അതിൽ ഒരു ഭാഗം നമുക്ക് കിട്ടുന്നത് അച്ഛൻ്റെ അടുത്ത് നിന്നും ഒരു ഭാഗം കിട്ടുന്നത് അമ്മയുടെ അടുത്ത് നിന്നും ആണ്, അല്ലേ? അപ്പോൾ അല്ലേ അതൊരു പെയറായിട്ട് നമ്മൾ മാറുന്നത്. അപ്പോൾ പകുതി നമുക്ക് അച്ഛൻ്റെ ഗുണങ്ങൾ കിട്ടാനും പകുതി നമുക്ക് അമ്മയുടെ ഗുണങ്ങൾ കിട്ടാനും സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഗുണം ഡയറക്റ്റായിട്ട് അതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഹെറിഡിറ്റി എന്ന് വിളിക്കും. എന്നാൽ ഇവർ രണ്ടുപേരുടെയും സ്വഭാവമൊക്കെ ചേർന്ന് വേറെ എന്തെങ്കിലും ഗുണങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഇവർ എക്സ്പ്രസ് ചെയ്യുന്ന അതുപോലെ അല്ലാത്ത ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും? കുട്ടികളിൽ കാണാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയട്ടെ. ഒരേ അച്ഛൻ്റെ അമ്മയുടെയും രണ്ട് മക്കളുണ്ടാവും. ഒരാൾ ചേട്ടനായിരിക്കും, ഒരാൾ അനിയനായിരിക്കും. ഈ ചേട്ടനും അനിയനും കറക്റ്റ് എക്സാക്ട്ലി ഇവർ രണ്ടുപേരും സിമിലർ ആണോ? അല്ല. ചിലപ്പോൾ ഒരാൾക്ക് ഹൈറ്റ് കൂടുതലായിരിക്കും, മറ്റൊരാൾക്ക് എന്തായിരിക്കും? ഹൈറ്റ് കുറവായിരിക്കും. അപ്പോൾ ഈ പറയുന്ന കുറവും കൂടുതലും എന്തിൻ്റെ എക്സാമ്പിളാണ്? വേരിയേഷൻ്റെ എക്സാമ്പിളാണ്. പക്ഷേ രണ്ടുപേരുടെയും തലമുടി കാണാൻ ഏതാണ്ട് ഒരേ രീതിയാണ്. അതെന്താണ്? ഹെറിഡിറ്റിയാണ്. വ്യത്യാസം മനസ്സിലായോ? ഹെറിഡിറ്റിയും വേരിയേഷനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ ഹെറിഡിറ്റിയും വേരിയേഷനെയും പറ്റിയിട്ടും ഇതെങ്ങനെ ഉണ്ടാവുന്നു എന്നതിനെ പറ്റിയിട്ടുമൊക്കെ വളരെ വളരെ പണ്ട് പഠിച്ച ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഗ്രിഗർ ജോൺ മെൻഡൽ. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കുറേ പേർക്ക് എന്താകും? ചെറിയ രീതിയിൽ മെൻ്റലാവുന്ന പോലെ തോന്നും. അദ്ദേഹത്തിൻ്റെ പേര് ഗ്രിഗർ ജോൺ മെൻഡൽ. ഹീ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്. നമ്മുടെ മെൻഡൽ അണ്ണൻ്റെ ജെനറ്റിക്സിലോട്ട് കടക്കാം. ജെനറ്റിക്സ് എന്നാൽ എന്താണ്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്. ശാസ്ത്രത്തിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അത് എന്തിനെ പറ്റി പഠിക്കുന്നു? ജീൻസിനെ പറ്റി പഠിക്കുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ ഹെറിഡിറ്റിയെ പറ്റി പഠിക്കുന്നു, വേരിയേഷനെ പറ്റി പഠിക്കുന്നു. അപ്പോൾ ഹെറിഡിറ്റിയെ പറ്റിയിട്ടും വേരിയേഷനെ പറ്റിയിട്ടും ഇത് രണ്ടിനും കാരണമാകുന്ന ജീനുകളെ പറ്റിയിട്ടും പഠിക്കുന്ന ശാസ്ത്ര മേഖല അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജെനറ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഈ ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു മേഖല ഉണ്ടാകാൻ തന്നെ കാരണക്കാരനായ വ്യക്തിയാണ് ഗ്രിഗർ ജോൺ മെൻഡൽ. അദ്ദേഹത്തിൻ്റെ ഗാർഡനിലുള്ള പീ പ്ലാന്റ് അഥവാ പൈസം സാറ്റിവം എന്ന് പറയുന്ന പീ പ്ലാന്റിൽ നടത്തിയ പരീക്ഷണങ്ങൾ, അതിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങൾ, ആ കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം പറഞ്ഞ സമയത്ത് ആരും വില കൊടുത്തില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണശേഷം മറ്റു കുറേ സയൻറ്റിസ്റ്റുകൾ അതിനെപ്പറ്റി പഠിച്ച് എന്ത് ചെയ്തു? അതിനെ ഒരു ശാസ്ത്ര മേഖലയാക്കി തന്നെ മാറ്റി. ഗ്രിഗർ ജോൺ മെൻഡൽ പറഞ്ഞ നിയമങ്ങളുടെ പേരാണ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. എന്താന്ന് പറയുന്നത്? ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ലോ ഓഫ് ഇൻഹെറിറ്റൻസിൽ എന്താ പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. 1856 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻ്റ് പയർ ചെടിയിൽ നടത്താനായിട്ട് തുടങ്ങിയത്. അദ്ദേഹം ഈ പറയുന്ന പയർ ചെടികളുടെ 7ഓളം സ്പെസിഫിക് ആയ ക്യാരക്ടേഴ്സ് എടുത്തു. അതായത് അതിൻ്റെ പൂവിൻ്റെ കളറ്, സീഡിൻ്റെ ഷേപ്പ്, ഉയരം, അങ്ങനെയുള്ള ഏതാണ്ട് 7ഓളം ക്യാരക്ടേഴ്സ് എടുത്തിട്ട് അതിനെ ഓരോന്നിനെ അദ്ദേഹം എന്ത് ചെയ്തു? ഇത്തരം എക്സ്പെരിമെൻറ്റുകളിലൂടെ അനലൈസ് ചെയ്തു. അങ്ങനെ ഈ പറയുന്ന എക്സ്പെരിമെൻറ്റുകളുടെയൊക്കെ ഫലമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ലോ ഓഫ് ഇൻഹെറിറ്റൻസ് കൊണ്ടുവരുന്നു. എന്ത് കൊണ്ടുവരുന്നു? ലോ ഓഫ് ഇൻഹെറിറ്റൻസ് കൊണ്ടുവരുന്നു. അതായത് അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ക്യാരക്ടറിനെ ഒരു സ്പെസിഫിക് ആൽഫബറ്റിലൂടെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് ഉയരം എന്ന് പറയുന്നതിന് നമുക്ക് ടോൾ എന്ന് വിളിക്കാം. ഉയരം കുറഞ്ഞതിന് നമുക്ക് സ്മോൾ ടി എന്ന ലെറ്ററോട് അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ. റെഡ് സീഡിന് R എന്നും യെല്ലോ സീഡിനെ Y എന്ന് റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഓരോ സ്പെസിഫിക് ക്യാരക്ടേഴ്സും. ഈ ഓരോ സ്പെസിഫിക് ക്യാരക്ടേഴ്സും എങ്ങനെയാണ് കുട്ടികളിലേക്ക്, ഓഫ്സ്പ്രിങ്ങുകളിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത് എന്നാണ് അദ്ദേഹം എന്ത് ചെയ്തത്? പഠിച്ചത്. അങ്ങനെയാണ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് രൂപപ്പെടുന്നത്. ഓക്കെ. ഇതാണ് ജെനറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തിൻ്റെ ഫണ്ടമെൻ്റൽ അടിസ്ഥാനമായിട്ട് മാറിയതും അതിൽ നിന്ന് ഈ ശാസ്ത്രമേഖല ഉണ്ടായത്. അങ്ങനെ അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തി 1865 ആസ് യൂഷ്വൽ എന്ത് ചെയ്തു? ആ പറയുന്ന രാജ്യത്തിലെ ഈ പറയുന്ന എന്താണ് നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിൽ കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്തു. എപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്, അല്ലേ? നമ്മൾ മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല. പിന്നെ കണ്ട പയർ ചെടിയിൽ നിന്ന് വന്ന എക്സ്പെരിമെൻ്റൊക്കെ വെച്ചിട്ടാണ് ഇതുപോലെയാണ് മനുഷ്യന്മാരുടെയും അല്ലെ ഈ പറയുന്ന ഓർഗാനിസങ്ങളുടെയൊക്കെ ജീന് മാറുന്നത്. അന്ന് ജീനൊന്ന് വാക്കൊന്നും കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. ജെനറ്റിക്സ് എന്ന പദമൊന്നുമില്ല. അദ്ദേഹം ഫാക്ടേഴ്സ് എന്നാണ് അല്ലെങ്കിൽ അലീലീസ് എന്നാണ് വിളിച്ചത്. അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചപ്പോൾ എന്ത് ചെയ്തു? ഈ പറയുന്ന ദ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഓഫ് ദ ടൈം ലാർജ്ലി ഇഗ്നോർഡ് മെൻഡൽസ് ഡിസ്കവറി. പല ശാസ്ത്രജ്ഞന്മാർക്കും പറ്റിയ കാര്യം തന്നെയാണ്. ആദ്യം എന്ത് ചെയ്തു? അവർ പറഞ്ഞു എടുത്തുകൊണ്ട് പോടാ, എന്ത് പൊട്ടത്തിനാണ് പറയുന്നതെന്ന്. അങ്ങനെ പറഞ്ഞാണല്ലോ. അദ്ദേഹം ഒരു പുരോഹിതനാണ്. അപ്പോൾ മാന്യമായിട്ട് പറഞ്ഞാണ് അച്ചോ ഈ പറയുന്ന കാര്യം ശരിയല്ല എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു? അവരതിനെ തഴഞ്ഞു. പക്ഷേ പിന്നീട് 1900-കളിൽ 3 സയൻറ്റിസ്റ്റുമാർ, ഹ്യൂഗോ ഡി വ്രീസ്, കാൾ കോറൻസ്, എറിക് വോൺ ഷെർമാക്ക്, ഇതിലെ ടി സൈലൻ്റ് ആണ്, ഷെർമാക്ക് എന്ന് പറയുന്ന 3 സയൻറ്റിസ്റ്റുകൾ ഇതിനെപ്പറ്റി പഠിക്കുകയും
അതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജെനറ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് രൂപപ്പെട്ട് വരുന്നത്. ഓക്കെ, അതായത് 16 years ആഫ്റ്റർ ഹിസ് ഡെത്ത്, അദ്ദേഹം 1884 മരിക്കുകയാണ്. പാവം അല്ലേ, ആലോചിച്ച് നോക്കി, അദ്ദേഹം കണ്ടെത്തിയ കാര്യത്തിൻ്റെ ഗുണം നാടിന് കിട്ടിയെന്ന് അറിയുന്നതിന് മുമ്പ് അദ്ദേഹം എന്ത് ചെയ്തു, മരിച്ചുപോയി. അങ്ങനെ 1884 അദ്ദേഹം മരിച്ചതിന് ശേഷം 1900 16 വർഷങ്ങൾക്ക് ശേഷം ബൊട്ടാണിസ്റ്റ് ആയിട്ടുള്ള ഹ്യൂഗോ ഡീവ്രീസും കാൾ കോറൻസും എറിക് വോൺ ഷെർമാക്കും കൂടി എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഡിസ്കവറിയെ എക്സ്പ്ലെയിൻ ചെയ്യുകയും അതിലൂടെ എന്ത് ചെയ്തു, ജെനറ്റിക്സ് എന്ന് പറയുന്ന വലിയൊരു മേഖല രൂപപ്പെടുകയും ചെയ്തു. ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ. നമ്മൾ മെയിൻ പരിപാടിയിലോട്ട് ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റ് എന്താ പറഞ്ഞത്, മെൻഡൽ എന്ത് ചെയ്തു, ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ് നടത്തി സിംഗിൾ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എടുത്തു. ഇതിനെയാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഇതിനാണ് എന്ത് പറയുന്നത്, മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഹൈറ്റ് എടുത്തു. എന്ത് പറ്റി, ടോൾ ആയിട്ടുള്ളൊരു ചെടി, ഡോർഫ് ആയിട്ടുള്ളൊരു ചെടി, ഇവരെ പരസ്പരം എന്ത് ചെയ്തു, ക്രോസ് പോളിനേറ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, ടോളായിട്ട് മാറി. അങ്ങനെ ടോളായിട്ട് മാറിയതിന് നമ്മൾ എന്ത് ചെയ്തു, സെൽഫ് പോളിനേറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ഒരുപോലത്തെ ചെടി, ഒന്നുകിൽ രണ്ട് രീതിയിൽ പറയാം, ഒന്നുകിൽ ഇതിൻ്റെ പൂവെടുത്ത് ഇവിടെ തന്നെ കൊടുത്തു, കാരണം ഇത് ബൈസെക്ഷൽ ആണല്ലോ, അല്ലെങ്കിൽ ഒരേപോലത്തെ രണ്ട് ചെടികൾ ക്രോസ് പോളിനേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് രണ്ട് സെറ്റ് ഓഫ് ചെടികൾ കിട്ടി. അതിൽ ഒരു സെറ്റ് ഓഫ് ചെടികൾ എന്ന് പറയുന്നത് എല്ലാം ടോളായിട്ട് മാറി, കുറച്ചെണ്ണം എന്തായിട്ട് മാറി, ഡോർഫായിട്ടും മാറി. എന്തായിട്ട് മാറി, ഡോർഫായിട്ടും മാറി. അത് നോക്കിയേ, there must be, അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി, there must be certain factors within the seed that control the trait. അല്ലേ, ഉയരം കൺട്രോൾ ചെയ്യാൻ എന്തോ ഒരു സാധനം സീഡിനകത്തുണ്ട്. അത് ഉള്ളത് കൊണ്ടാണ് എന്ത് പറ്റിയത്, ഉയരം കുറഞ്ഞതായിട്ടൊക്കെ മാറിയത്. ഓക്കെ, അതിലെന്താ പറ്റിയെന്ന് വെച്ചാൽ ഓക്കെ, ടു ഫൈൻഡ് ഔട്ട് വാട്ട് മൈറ്റ് ഹാവ് ഹാപ്പൻഡ്, അല്ലേ, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഇവിടെ F2 ജനറേഷനെ സെൽഫ് പോളിനേറ്റ് ചെയ്തത്. അപ്പോഴാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ റേഷ്യോ പരീക്ഷയ്ക്ക് ചോദിക്കും, എത്രയാണ്, 3:1 എന്ന റേഷ്യോയിലാണ് കിട്ടിയത്. അത് വെച്ചിട്ടാണ് അദ്ദേഹം ഫാക്ടറുകൾ എന്ന കൺക്ലൂഷനിൽ എത്തിയത്. ഇതാണ് ഞാൻ കുറച്ച് മുമ്പ് PPT വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. അതായത് എന്തായിരിക്കും, ഒരു കാര്യം തീരുമാനിക്കപ്പെടുന്നത് എപ്പോഴും എന്തിലായിരിക്കും, ഫാക്ടേഴ്സിലൂടെ ആയിരിക്കും. ഫാക്ടേഴ്സ് എന്ന് പറയുന്ന 2 എണ്ണം ഉണ്ട്. അത് ന്യൂക്ലിയസിനകത്ത് ക്രോമസോമിലാണ് കാണപ്പെടുന്നത്. ഈ ഡിഫറൻറ്റ് ഫോംസ് ഓഫ് ദ ജീൻസ് ആർ കോൾഡ് അലീൽസ്. അല്ലേ, ഒരു ജീനിനകത്ത് കാണുന്ന വ്യത്യസ്തമായ 2 ഫാക്ടേഴ്സിനെ അലീലുകൾ എന്ന് വിളിച്ചിരുന്നു. അങ്ങനെ 2 അലീലുകളാണുള്ളത്. അങ്ങനെ ഫീനോടൈപ്പ് എന്താണ്, ജീനോടൈപ്പ് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഈ ടേബിൾ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്ത് തന്നു. എന്നാലും ആദ്യം ഉയരം കൂടിയ 2 പാരൻസിനെ എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, അവരെ പോളിനേറ്റ് ചെയ്തു. അപ്പോൾ ഉയരം കൂടിയ ഒരു ഗ്യാമേറ്റ്, ഇവിടെ നിങ്ങൾ ചോദിക്കും, നമ്മൾ ഇവിടെ ചെയ്ത പോലെ എന്താ സാറേ ഈ 2 ആയിട്ട് എടുത്ത് ചെയ്യാം, അതല്ല ഇങ്ങനെ 4 എണ്ണം വരയ്ക്കാതെന്ന് ചോദിച്ചാൽ വേറൊന്നുമില്ല. നോക്കടാ, ഇവിടുന്ന് 2 ഫാക്ടറുകളും ടോളാണ്. അപ്പോൾ ഈ 2 ഫാക്ടറുകൾ സെപ്പറേറ്റ് ആയിട്ട് വന്നാലും 2 ടോളല്ലേ. അപ്പോൾ ഇതിനെ ഇങ്ങനെ 4 ആയിട്ട് വരയ്ക്കേണ്ട കാര്യമൊന്നും അവിടെ വരുന്നില്ല. മനസ്സിലായല്ലോ, അതുകൊണ്ടാണ് ഇവിടെ ഒരെണ്ണം എടുത്തേക്കുന്നത്. ഒരു ഫാക്ടർ ഇതാണ്, ഗ്യാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് 2 ഫാക്ടറുകൾ ഉണ്ടെങ്കിലും അത് പരസ്പരം സെപ്പറേറ്റ് ആകുന്നു. അതിലൊന്ന് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ, മറ്റൊന്ന് കാണിക്കാത്തത് അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതൊരു ടോൾ ഫാക്ടർ, ഇതൊരു ഡോർ ഫാക്ടർ, പരസ്പരം കൂടിച്ചേർന്നു. കുട്ടിയിൽ 2 ഫാക്ടർ കിട്ടി, അച്ഛൻ്റെ ടോളും കിട്ടി, അമ്മയുടെ ഡോർഫും കിട്ടി. പക്ഷേ ടോൾ എന്ന് പറയുന്ന ഡോമിനൻ്റ് ആയതുകൊണ്ട് കുട്ടി എന്തായി, ടോളായി. അടുത്ത് എന്ത് ചെയ്തു, സെൽഫ് പോളിനേറ്റ് ചെയ്തു. സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പം ഇതുപോലത്തെ 2 എണ്ണം, അല്ലേ, ടോളും ഡോർഫും ചെയ്തപ്പോൾ എന്ത് കിട്ടി, ഇത് ടോള്, ഇത് ഡോർഫ്, അല്ലേ, ഇത് 2, അല്ലേ, ഗ്യാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഫാക്ടറുകൾ എന്തായി, സെപ്പറേറ്റ് ആയി എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ടോള് ഡോർഫ്, ഇവിടെ എന്തായിരിക്കും, ടോള് ഡോർഫ്. ടോളും തമ്മിൽ ചേർന്നു, F1 ജനറേഷനിൽ ടോളായി. ടോളും ഡോർഫും തമ്മിൽ ചേർന്നു, ഡോർഫായി. ഡോർഫും ഇത് കൂടി ചേരുമ്പോൾ എന്തായാലും സ്മോൾ ടി ക്യാപിറ്റൽ ടി ആവും. ഇവിടെ എന്ത് പറ്റി, 2 സ്മോൾ ടിയും കൂടി ചേർന്നിട്ട് സ്മോൾ ടി ആവും. ഇത് ടോളായി, ഇത് ടോളായി, ഇതും ടോളായി. പക്ഷേ ഇതെന്തായി, ഡോർഫായിട്ട് മാറി. സോ ഇതാണ് കാര്യം. അങ്ങനെയാണ് മെൻഡലിൻ്റെ പോസ്റ്റുലേറ്റുകൾ മെൻഡൽ പറഞ്ഞത്, ഒരു ഗുണത്തെ കൺട്രോൾ ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്. ഇത് നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. അച്ഛൻ ഉണ്ട്, അമ്മയുണ്ട്. അച്ഛൻ്റെ ഒരു ഗുണം കിട്ടി, അമ്മയുടെ ഒരു ഗുണം കിട്ടി. സോ ഒരു ജീനിനകത്ത് 2 ഗുണങ്ങളുണ്ട്. ഈ 2 ഗുണങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഈ ഗുണത്തിൽ ഒരു ഗുണമായിരിക്കും മിക്കവാറും എന്ത് കാണുന്നത്, കുട്ടിയിൽ കാണുന്നത്. മിക്കവാറും ഒരു ഗുണമായിരിക്കും എന്ത് കാണുന്നത്, കുട്ടിയിൽ കാണുന്നത്. ആ ഗുണത്തിനെയാണ് ഡോമിനൻ്റ് ആയ ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ അമ്മയുടെ ഒരു ഗുണം മിസ്സായി പോയില്ലേ, അതിനെയാണ് റിസസീവായ ഗുണമെന്ന് പറയുന്നത്. ഓക്കെ, ചെടികളായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൽഫ് പോളിനേറ്റ് ചെയ്യാൻ പറ്റും. മനുഷ്യന് സെൽഫ് പോളിനേഷൻ ഇല്ല, നമ്മൾ ബൈസെക്ഷൽ അല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഈ പറയുന്ന ചെടികൾ വീണ്ടും നമ്മൾ ചെയ്തപ്പോൾ എന്ത് പറ്റി, ഒരേ ട്രൈറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയപ്പോഴാണ് 3:1 റേഷ്യോയിൽ നമുക്ക് എന്ത് കിട്ടിയത്, F2 ജനറേഷൻ കിട്ടിയത്. ഇത്രയേ ഉള്ളൂ സംഭവം. ഈ പോസ്റ്റുലേറ്റ്സ് ഞാൻ ഓൾറെഡി എന്ത് ചെയ്തു, നേരത്തെ പറഞ്ഞു, ഒന്ന് ഡോമിനൻ്റ്, ഒന്ന് റിസസീവ്. ഗ്യാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യും, ഇത് സെപ്പറേറ്റ് ആവും. സെപ്പറേറ്റ് ആയതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോളിനേഷൻ നടക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ 3:1 കിട്ടും. ഇത്രയും ഓക്കെ ആണല്ലോ.
ഇനി ഇതേ ഇപ്പോൾ ഇവിടെ മോണോ ഹൈബ്രിഡ് ആണ് നമ്മൾ ഒറ്റ ഹൈബ്രിഡൈസേഷൻ ആണ് ചെയ്തത്, ഒരു ഫാക്ടറി അടുത്ത്.